ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങ കൊണ്ട് കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസിന്റെ റെസിപ്പിയാണ്. ഈ ഒരു ചൂട് സമയത്തും നോമ്പിനും അല്ലാത്തപ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഏത് മാങ്ങ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഇത് കട്ട് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു കടായി എടുത്തിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, ഇപ്പൊ തന്നെ ഓൺ ആക്കണ്ട. അതിലേക്ക് 1 ലിറ്റർ പശുവിൻ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും എത്ര ഗ്ലാസ് ജ്യൂസ് ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പാലാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. 30 മില്ലിയുടെ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിന് 2 സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുത്തു. ഇതേ സ്പൂൺ അളവിൽ തന്നെ ഒരു 4 സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ഇട്ട് കൊടുത്താലും മതി. ഒരു 3-4 ഇതുപോലൊരു സ്പൂണിൽ 1/4 സ്പൂൺ അളവിലാണ് ഞാനിവിടെ ഈ ഒരു വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പിന് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നാലും പച്ചമാങ്ങയും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം ഇട്ട് കൊടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മധുരത്തിന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് നല്ലപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പാലൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ തന്നെ ആ ഒരു പാൽപ്പൊടിയും അതുപോലെ കസ്റ്റർഡ് പൗഡറൊക്കെ നന്നായിട്ട് ഇതിൽ അലിഞ്ഞു ചേരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ കട്ടയായിട്ട് പോവും. ഇപ്പോൾ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു 2 മാങ്ങയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തോലോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ എടുക്കുക. ഇനി നമ്മൾ കാച്ചി വെച്ചിട്ടുള്ള ആ ഒരു പാലിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു നമ്മൾ കാച്ചി വെച്ച പാലിലേക്ക് തന്നെ തിരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പച്ചമാങ്ങ തോലോട് കൂടി തന്നെ അരച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പുളി നമുക്ക് അത്ര വലിയ പുളിയായിട്ട് തോന്നത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പുളിയായിട്ട് തോന്നും. അതുമല്ല, ആ ഒരു മാങ്ങയുടെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തോലും കൂടെ ഉൾപ്പെട്ടാലേ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോഴാണ് ആ തോലിനൊക്കെ ഒരു പ്രത്യേക മണം ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം പിന്നെ അതൊരു വേറെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു കസ്കസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്കും തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓരോരുത്തർക്കും ആവശ്യമുള്ള ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്കിത് ലൂസാക്കിയിട്ടോ കട്ടിയാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത്രയും തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.